നമ്മൾ നമ്പർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ നമ്പേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്പേഴ്സിനെ വെയ്റ്റഡ് കോഡ്സും അൺവെയ്റ്റഡ് കോഡ്സുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അൺവെയ്റ്റഡ് കോഡ്സുമായിട്ട് കൺവേർട്ട് ചെയ്തതിന് ബൈനറി നമ്പേഴ്സ്, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം നമ്മളൊരു പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു അൺസൈൻഡ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബൈനറി അല്ലെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതൊരു അൺസൈൻഡ് നമ്പേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്പേഴ്സിനെ നമ്മൾ അൺസൈൻഡ് നമ്പർ അല്ലാതെ സൈൻഡ് നമ്പറായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു സൈൻഡ് നമ്പർ, അതായത് നമ്പറിൻ്റെ മുന്നേ ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ നമ്പേഴ്സാക്കി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ അൺസൈൻഡ് നമ്പറാക്കി പറയുന്നുണ്ട്, സൈൻഡ് നമ്പേഴ്സാക്കിയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്? ഫ്രാക്ഷനിൽ വരുന്നത് അല്ലേ? അതായത് എക്സ്ട്രീമിലി ലാർജറോ അല്ലെങ്കിൽ എക്സ്ട്രീമിലി സ്മോളറോ ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത്. ഇനി സൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ മോസ്റ്റ്ലി നെഗറ്റീവ്സ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷനോ ആക്കിയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ വൺസ് കോംപ്ലിമെൻ്റ് നമ്പർ എന്ന് നോക്കാം. ഓക്കെ, സിമ്പിളാണ്. ഒരു ബൈനറി നമ്പർ ഉണ്ട്. ഓക്കെ, ഒരു ബൈനറി നമ്പർ ഉണ്ട്. ഈ ബൈനറി നമ്പേഴ്സിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് കോംപ്ലിമെൻ്റ് കാണാം, അതായത് 1 ഉള്ളതിനെ നമ്മൾ 0 ആക്കി മാറ്റുന്നു, 0 ഉള്ളതിനെ 1 ആക്കി മാറ്റുന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഒരു ബൈനറി നമ്പർ ഉണ്ട് 101101. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യാം? അതായത് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കാം. ഓക്കെ, 0 ഉള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വൺസ് കോംപ്ലിമെൻറ്റിൽ 1 ഉള്ളത് 0, 1 ഉള്ളത് 0, 0 ഉള്ളത് 1, 1 ഉള്ളത് 0. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊരു നമ്പറിങ് സിസ്റ്റം നോക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു നമ്പറിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ LSB എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഈ 0 ആണ് ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ വൺസ് കോംപ്ലിമെൻ്റ് നമുക്ക് കാണാൻ അറിയാം. എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ? വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും ഫോർ നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? അതായത് ടൂസ് കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ നമുക്കൊരു ബൈനറി നമ്പർ ഉണ്ടാവും അല്ലേ? ഈ ബൈനറി നമ്പറിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തിട്ട് വൺസ് കോംപ്ലിമെൻ്റ് ആക്കി മാറ്റി. ഇത്ര അറിയാമല്ലോ, വൺസ് കോംപ്ലിമെൻ്റ് ആക്കി മാറ്റാൻ നമുക്കറിയാം, നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത്. ഈ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ എന്താക്കി മാറ്റി? 1 ആഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ. സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈനറി നമ്പർ 10110111. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് നമ്പർ എന്താ? അതായത് 1 ഉള്ളതെല്ലാം 0 ആക്കി മാറ്റി, 0 ഉള്ളതൊക്കെ 1 ആക്കി മാറ്റി. 0 1 0 0 1 0 0. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? വൺസ് കോംപ്ലിമെൻ്റ് ആക്കി മാറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു +1 ആഡ് ചെയ്യണം. ഓക്കെ, ഒരു +1 ഇവിടെ ആഡ് ചെയ്തു, അതായത് 1 വെച്ച് ആഡ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ഓക്കെ, +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 + 1 1,
0 1 0 0 1 0. ഇതായിരിക്കും ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് നമ്പർ. ഓക്കെ അല്ലേ? ഇനി നോക്കാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു 2's കോംപ്ലിമെൻറ്റ് നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ -15ൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ +50യുടെ ബൈനറി നമ്പർ കാണണം. ഓക്കെ, +15ൻ്റെ ബൈനറി നമ്പറാണിത് 11010. നമുക്ക് ബൈനറി നമ്പർ കാണാൻ അറിയാം. ഇനി ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, വൺസ് കോംപ്ലിമെൻ്റ് ആക്കി മാറ്റാം. ഫസ്റ്റ് സ്റ്റെപ്പ് വൺസ് കോംപ്ലിമെൻ്റ് അല്ലേ, 0 0 1 1 0 1. ഓക്കെ, ഈ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, എന്താണ് 1 + 1 0 വിത്ത് ക്യാരി 1 ആണ് അല്ലേ. അപ്പോൾ ക്യാരി 1 ഇവിടെ 1 ഇട്ടു. ഓക്കെ, 1 + 0 നെക്സ്റ്റ് 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ആണ്. നെക്സ്റ്റ് 1 1 0 0. നോക്കിയാൽ നമുക്ക് കാണേണ്ടത് -50യുടെ വാല്യൂ ആണ് അല്ലേ. -50ൻ്റെ ബൈനറി നമ്പറാണ്. അതായത് -50ൻ്റെ ബൈനറി നമ്പർ കാണാൻ ഈ -50ൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് നമ്പറാണ്. അതായത് നെഗറ്റീവ് നമ്പറാണ്. മോസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് നമ്പറാണ്. ഇത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താ, 0 ആണ് ഉള്ളത് അല്ലേ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ബിറ്റ് എക്സ്ട്രാ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ബൈനറി നമ്പർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. -30 എന്ന് പറഞ്ഞാൽ ഇതെന്താ, ബൈനറി ഓഫ് 30. ഓക്കെ, ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. 0 0 0 0 1. കോംപ്ലിമെൻറ്റ് കണ്ടു, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു അല്ലേ, വൺസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇത് ഈ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടാൽ അതിൻ്റെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമുക്ക് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. 1 + 1 എന്ന് പറഞ്ഞാൽ 0 വിത്ത് ക്യാരി 1. 1 + 0 എന്ന് പറഞ്ഞാൽ 1 0 0 0. ഓക്കെ, ഇത് നമ്മൾ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. -30.625. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 625നെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് 0.625നെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. 0.625 × 2 ചെയ്യുക അല്ലേ. അപ്പോൾ 1.2502. ഈ 0.250നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.5 കിട്ടും. പിന്നെ ഈ 0.5നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1.0 കിട്ടും. എപ്പോഴാണ് ഇവിടെ 0 കിട്ടുന്നത് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുക. ഇവിടെ നിന്ന് അടിയിലേക്ക് എഴുതി പോവുക 101. അതാണ് 101. ഇത് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. = നോക്കിക്കോ, ഇത് -30ൻ്റെ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് അല്ലേ. 1000010.101. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി ഈ വൺസ് കോംപ്ലിമെൻറ്റ് 2's കോംപ്ലിമെൻറ്റ് ബാക്കിയുള്ള നമ്പറിങ് സിസ്റ്റത്തിൻ്റെ റേഞ്ച് എത്രയാണെന്നുള്ളൊരു ചോദ്യം വരും. ഓക്കെ, ഒരു ബിറ്റ് എത്ര ബിറ്റ് നമ്പേഴ്സിനെ നമുക്ക് എത്ര റേഞ്ചിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ജസ്റ്റ് ഇത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറയുന്ന 55 57 അതുപോലുള്ള അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ 0 മുതൽ, അതായത് ഒരു പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ അൺസൈൻഡ് നമ്പേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. 0 to 2n-1 വരെയുള്ള റേഞ്ച് വാല്യൂ ആണ് അതിലുണ്ടാവുക. വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ -2n-1 to +2n-1.
ഈ n-1 ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് എഴുതുക കേട്ടോ, അതൊന്ന് നോക്കി വെച്ചോ. ഓക്കെ, ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ഇതാ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് കോംപ്ലിമെൻറ്റിൻ്റെയും ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെയും സെയിം റേഞ്ചിൽ നിന്നാണ്. -2n-1 to 2n-1 -1. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ 2n-1 -1 to 2n + 2n-1 -1. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ 5 ബിറ്റ് നമ്പറാണുള്ളത്, അതിൻ്റെ റേഞ്ച് ഓഫ് വൺസ് കോംപ്ലിമെൻറ്റിനും ടൂസ് കോംപ്ലിമെൻറ്റിനും റേഞ്ച്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -2n-1 to 2n-1, അതായത് 5 ബിറ്റ് നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ n = 5 ആണ്. n=5. ഓക്കെ, വൺസ് കോംപ്ലിമെൻ്റ് ആകുമ്പോൾ -2n-1 മുതൽ +2n-1 വരെ. അപ്പോൾ -2 5 -1 അല്ലേ, n = 5. അപ്പോൾ 5 - 1 ആണ് 4 to 2 4 -16 to +16 വരെ ആയിരിക്കും. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിലോ -2n-1 to +2n-1 -1 വരും അല്ലേ. അതായത് -2n-1 ആണ് 2 to -2 to +2 -4 അതായത് -16 to ഇതെന്തേലും -16 -1 എന്ന് വരും, അതായത് =15. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റേഞ്ച് ഓഫ് സൈൻഡ് ഡെസിമൽ നമ്പർ 6 ബിറ്റാണ് തന്നിട്ടുണ്ട്. 6 ബിറ്റിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് നമ്പറിൻ്റെ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. ടൂസ് കോംപ്ലിമെൻ്റ് നമ്പറിൻ്റെ റേഞ്ച് എത്ര? -2n-1 to 2n-1 -1. ഓക്കെ, 6 ബിറ്റാണ് അല്ലേ. അപ്പോൾ n = 6 -2 6 -1 എന്ന് പറഞ്ഞാൽ 5 to +2n-1 6 -1 5 -1 -2 5 എന്ന് പറഞ്ഞാൽ -32 to -32 -1 അല്ലേ. -2 5 എന്ന് പറഞ്ഞാൽ 32 32 -1 എന്ന് പറഞ്ഞാൽ 31. ആൻസർ എന്ത് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഇനി അതേ ക്വസ്റ്റ്യനാണ്. ടൂസ് കോംപ്ലിമെൻറ്റിൻ്റെ നമ്പറിനെ നമുക്കൊരു ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ തന്നു 101101. ഇതൊരു ടൂസ് കോംപ്ലിമെൻ്റ് നമ്പറാണെന്ന് വിചാരിക്കാം. ടൂസ് കോംപ്ലിമെൻ്റ് നമ്പറാണ്. ഇതിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ ടു ഡെസിമൽ നമ്പർ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലേ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് നെഗറ്റീവ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്, അതായത് അതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത് അല്ലേ. ഇനി ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ MSB = 1 ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് നമ്പറാണ്. MSB = 0 ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് നമ്പറാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ MSB = 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇതൊരു നെഗറ്റീവ് നമ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ 2 2 1 2 2 3 4 5 6 ഇത്ര നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്പർ നമുക്ക് നോക്കണം. 1 × 1 1 2 0 ഇത് ഉണ്ടാവില്ല, ഒന്നുമില്ല. 1 × 2 8 16 2 പൊസിഷനിൽ 0 ആണ്. × 0 ചെയ്യുമ്പോൾ 0 കിട്ടും. 2 പൊസിഷനിൽ 1 ആണ്. പക്ഷെ ഇവിടെ ഈ 1 എന്ന് പറഞ്ഞാൽ MSB ആണ്. ആ MSB 1 വന്നാൽ ഒരു നെഗറ്റീവ് നമ്പറിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ -64 എന്ന് എഴുതാം. ഇത് ആഡ് ചെയ്താൽ മതി. എന്ത് കിട്ടും? -64 +16 24 +2 +1 അല്ലേ. ഇത് വരുന്നത് -64 +27 എന്ന് പറഞ്ഞാൽ -37 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വാല്യൂവിൻ്റെ
ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ -37. ഓക്കെ, ഇത് കിട്ടിയില്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ തന്നിട്ടുണ്ട്. എന്താണ്? 10011. ഇതിൻ്റെ ഡെസിമൽ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. 2^01 പ്ലസ് 2^1ൻ്റെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. 2^1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് -16 അല്ലേ, ഈക്വൽ ടു -13 ആണ് ആൻസർ. ഓക്കെ, വേറെ കാര്യമുണ്ട്. നമുക്ക് ഒരു ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ ഉണ്ട്. ഓക്കെ, ടൂസ് കോംപ്ലിമെൻ്റ് നമ്പർ 1011 എന്നാണ് വിചാരിക്കുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര 1 വന്നാലും ഒക്കെ സെയിം വാല്യൂ ആയിരിക്കും. അതായത് ഇതിൻ്റെ സ്ഥലത്ത് നമുക്ക് ഒരു 11111 വന്നാൽ അതേ ഈക്വൽ ടു 1011 ആയിരിക്കും. ഇവ 1011ൻ്റെ റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ 1 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു 1011 ആയിരിക്കും. ഓക്കെ, ഇത് എത്ര 1 വന്നു കഴിഞ്ഞാലും ഇത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ ഒരു കൺസെപ്റ്റാണ് നോക്കാം. ഇനി നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1101ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെയും ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. അത് ഈക്വലൻ്റ് ആയിട്ട് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 1 വന്നു കഴിഞ്ഞാൽ 3 1 കഴിഞ്ഞാലും ഒക്കെ ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 1101 ലാസ്റ്റ് ഭാഗം നോക്കുക. 1101 ആണോ നോക്കുക. 1101 ആണ് ഇവിടെ അല്ല, ഇവിടെ അല്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 വന്നാൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ നോക്കാം, ലെഫ്റ്റ് സൈഡിൽ 1 ആണോ? അല്ല, ഇതുമല്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. സോ ആൻസർ ഡി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്ട്രീംലി ലാർജറോ അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്മോളർ നമ്പറിനെയോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ നമ്മൾ സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾ നോക്കി വെക്കുക. സിംഗിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു 32 ബിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡബിൾ പ്രിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 64 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. എക്സ്റ്റെൻഡഡ് പ്രിസിഷൻ ആണെങ്കിൽ 80 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതൊന്ന് കാണാതെ ഒന്ന് പഠിച്ചു വെച്ച് പോയാൽ മതി. ഇനി അടുത്തത് നമുക്ക് ബൈനറി അഡീഷൻ എന്താ, ബൈനറി സബ്സ്ട്രാക്ഷൻ എന്താ നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം എന്താണ് ബൈനറി അഡീഷൻ എന്ന്. ഓക്കെ, ബൈനറി അഡീഷൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത് നമുക്ക് ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞാൽ 0 + 0 അതിൻ്റെ സമ്മ് 0 ആയിരിക്കും അല്ലേ. പറഞ്ഞുതരാം. 0 + 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആയിരിക്കും. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 1 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇത് ബൈനറി അഡീഷനിൽ. ഓക്കെ, ബൈനറി അഡീഷനിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. വിത്ത് ഒരു ക്യാരി കൂടി വരും, 1 വരും. ബാക്കിയുള്ളിടത്തൊക്കെ ക്യാരി 0 ആയിരിക്കും. ആ ഒരു ട്രൂത്ത് ടേബിളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, 2 ബിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് ബിറ്റ് സെക്കൻഡ് ബിറ്റ് മാത്രമേ ഉള്ളൂ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ഒരു ലോജിക് സർക്യൂട്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? 2 ബിറ്റുള്ള ലോജിക് സർക്യൂട്ടിനെ നമ്മൾ ഹാഫ് ആർഡർ എന്ന് പറയും. ഇനി നമുക്ക് ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാമത്തെ ഒരു ബിറ്റ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 3 ബിറ്റ് അഡീഷനാണ്. അതിന് നമ്മൾ ഫുൾ ആർഡർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ 2 ബിറ്റിൻ്റെ അഡീഷനും ഫുൾ ആർഡർ എന്ന് പറഞ്ഞാൽ 3 ബിറ്റിൻ്റെ അഡീഷനുമാണ്. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് നോക്കാം. എങ്ങനെയാണിത് നമുക്ക് ഒരു സർക്യൂട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ഏതാണുള്ളത്? എയും ബി എന്ന് പറഞ്ഞിട്ട് 2 ഇൻപുട്ട് അല്ലേ. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻപുട്ട് എടുത്ത്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കിയാൽ ഇവിടെ
സമ്മ് വരുന്ന സമയത്ത് സമ്മ് ഹൈ ആവുന്നത്, അതായത് 1 വരുന്നത് ഇൻപുട്ട് വാല്യൂസ് ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്ന സമയത്താണ് അല്ലേ. ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്ന സമയത്ത് മാത്രമേ സമ്മ് ഹൈ ആവുന്നുള്ളൂ. അതായത് അതാണ് എക്സോർ ഗേറ്റ് അല്ലേ, എക്സോർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റുകൾ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആവും. നമ്മൾ എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആവും. ഓക്കെ, എക്സോർ ഗേറ്റ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ സമ്മ് എന്നുള്ളൊരു പോർഷൻ കിട്ടും അല്ലേ. ഇനി നോക്കാം ക്യാരിൻ്റെ പോയിന്റ് നോക്കുന്ന സമയത്ത് ക്യാരി 1 ആവുന്നത് എപ്പോൾ മാത്രമാണ്, രണ്ട് ഇൻപുട്ടും, അതായത് എല്ലാ ഇൻപുട്ടും 1 ആവുമ്പോൾ അല്ലേ. എല്ലാ ഇൻപുട്ടും 1 ആയി കഴിഞ്ഞാൽ മാത്രം ഔട്ട്പുട്ട് 1 ആവുന്ന ഗേറ്റ് ഏതാ, അത് ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട് ക്യാരിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ബിറ്റിൻ്റെ അഡീഷനുള്ള ആണെങ്കിൽ, അഡീഷണൽ ലോജിക് സർക്യൂട്ട് ആണെങ്കിൽ അതൊരു ഹാഫ് ആർഡർ ലോജിക് സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഹാഫ് ആർഡർ ലോജിക് സർക്യൂട്ട്. ഓക്കെ, ഇനി ബൈനറി സബ്സ്ട്രാക്ഷൻ നോക്കാം. ബൈനറി സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്നത് 0 - 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0 - 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ വരും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, 0ൽ നിന്ന് 1 മൈനസ് ചെയ്താലും 1ൽ നിന്ന് 0 മൈനസ് ചെയ്താലും ആൻസർ 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 1 - 1 എന്ന് പറഞ്ഞാൽ 0, ഇത് നമുക്കറിയാം. ഓക്കെ, ഇത് നമുക്കറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം നോക്കാം. അതായത് എപ്പോഴാണ് ഹൈ ആവുന്നത്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം വന്നു കഴിഞ്ഞാലാണ് ഹൈ ആവുന്നത്. അതായത് ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ടും ഹൈ ആവുന്നത്. ഈ ഗേറ്റ് ഏതാ വയ്ക്കുക, അതായത് ഒരു എക്സോർ ഗേറ്റ് അല്ലേ. ഇനി ഇവിടെ നോക്കാം, ബോറോ ഉള്ള സാധനം നോക്കാം. അതായത് നമുക്ക് 0ന്ന് 1 മൈനസ് ചെയ്താലാണ് നമ്മൾ ബോറോ 1 ആക്കി കൊടുക്കുന്നത്. 1ന്ന് 0 മൈനസ് ചെയ്താൽ 1ന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോറോൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. 0ൽ നിന്ന് 1 മൈനസ് ചെയ്താലാണ് എന്ത് വേണ്ടത്, നമുക്കൊരു ബോറോൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ 0ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന സമയത്ത് മാത്രം ബോറോ എടുത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക് സർക്യൂട്ട് നോക്കാം. നമ്മളെ ക്യാരി പോലെ തന്നെയാണ് സബ്സ്ട്രാക്റ്റൻറ്റും. എക്സോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, എ ബി സബ്സ്ട്രാക്റ്റ്. ഓക്കെ, ബോറോ നോക്കാം. ബോറോ 1 വരുന്നത് 0 1 വരുന്ന സമയത്ത് മാത്രമേ 1 വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതായത് 2 ഇൻപുട്ടും 1 കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 വരികയാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ആൻഡ് ഗേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ 2 ഇൻപുട്ടും ഇത് ഒരു ആൻഡ് ഗേറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ 2 ഇൻപുട്ടും 1 വരുന്നില്ല, എ എന്ന് പറഞ്ഞത് 0 ആണ് അല്ലേ. പക്ഷെ ഇവിടെ 1 വന്ന് ഈ 1 വന്നത് 0 ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വെച്ചാൽ മതി എൻ്റെ ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഹാഫ് സബ്സ്ട്രാക്ഷൻ. ലോജിക് സർക്യൂട്ട്. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 1 - 0 എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്രോബ്ലം 2 പ്രോബ്ലം ആണുള്ളത്. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. നമുക്കിതിൽ ബോറോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതിയാവും. 1 - 0 എന്ന് പറഞ്ഞാൽ 1ന്ന് 0 പോയാൽ 1, 1ന്ന് 1 പോയാൽ 0, 0ന്ന് 0 പോയാൽ 0, 1ന്ന് 0 പോയാൽ 1, 0ന്ന് 0 പോയാൽ 0. ഇത് നമുക്ക് കിട്ടി. ഇനി നോക്കിയാൽ നെക്സ്റ്റ് 1ന്ന് 1 പോയാൽ 0 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇത് 0ൽ നിന്ന് 1 പോയാൽ, 0ന്ന് 1 പോയാലും 1ന്ന് 0 പോയാലും ആൻസർ 1 ആണ്, 1 ഇട്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പക്ഷേ നമുക്ക് 0 1
1 പോയി കഴിഞ്ഞാൽ ഒരു ബോറോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബോറോ എടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബോറോ എടുക്കുന്ന സമയത്ത് ഈ 1 മാറി ഇതൊരു 0 ആയി മാറി. ഓക്കെ, ഒരു ബോറോ കൊടുത്തല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിയാ ഈ 0യും ഈ 1ഉം ആണ് മൈനസ് ചെയ്യുന്നത്. 0 - 1 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 0 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബോറോ എടുത്ത് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബോറോ എടുത്ത്, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരും? ഇത് 0 വരും. പിന്നെ 0 - 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ക്ലാസ്. ജസ്റ്റ് ഒന്ന് മെനക്കെട്ട് നോക്കിയാൽ മതിയാവും. ഓക്കെ.